ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് റിയാക്ഷനാണ് രാമായണ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ എത്തിയിട്ടുണ്ട്. 4:15 വന്നത്. നമ്മളിപ്പോൾ റിയാക്ഷൻ ചെയ്യുന്നത് 5 മണിക്ക് അല്ല 6 മണിക്ക്. ബ്രഹ്മമുഹൂർത്തം കഴിഞ്ഞു കേട്ടോ. അതെ, സാറല്ല, കുഴപ്പമില്ല, നമ്മുടെ മുഹൂർത്തം ആയതുള്ളൂ. അതാണ് നമ്മുടെ സമയത്താണ്. കാണാം. കാണാം. നല്ല ത്രില്ലിലാണ്. പിന്നെ ചെറിയ ത്രില്ലിന് കുറവുണ്ട്. കാരണം കഴിഞ്ഞ ട്രെയിലർ അത്രക്ക് അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് അങ്ങോട്ട് നല്ല വളരെ മോശമായിരുന്നു. ഉള്ള കാര്യം പറയാനുള്ളൂ. അപ്പോൾ അത് മറികടക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. പിന്നെ യശിനെ കാണണം. അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. പിന്നെ ശരിക്കും രാമനെ ശരിയായ രീതി കാണണം. ശരിക്കും രാമനെ കാണണം. പിന്നെ സീതയെ കാണണം. ഞാൻ അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. സീത സീതയ്ക്ക് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നീ എന്നാത്തിനാ വെയിറ്റ് ചെയ്യുന്നത്? കാരണം എന്താ അറിയോ, സീതയായിട്ട് സായി പല്ലവി വരുന്നു എന്നുള്ളത് ആദ്യമേ വിമർശനം ഏറ്റുവാങ്ങിയൊരു സംഭവമാണ്. അത് തർക്കമില്ലാത്ത വിഷയമല്ലേ. വിമർശിക്കുന്നവര് വിമർശിച്ചുകൊണ്ടിരിക്കും. ആ വിമർശനം എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. വിമർശിക്കുന്നവർക്ക് കുറച്ചെങ്കിലും ബോധം ഉണ്ടോ എന്നുള്ളത് ഇന്ന് ട്രെയിലർ കണ്ട് തീരുമ്പോ ആ വിമർശിച്ച ആൾക്കാരല്ലേ അവര് തന്നെ പറയും. നോക്കിക്കോ, വേണ്ടിയിരുന്നില്ല. അല്ല, വിമർശിക്കേണ്ടി അങ്ങനെ ഞാൻ വെച്ച് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേ അല്ല, സായിപ്പല്ലി വേണ്ടിയിരുന്നില്ല എന്നല്ല ഞാൻ. ശരി, അല്ല, രണ്ട് പക്ഷത്തും ഞാൻ ഇപ്പൊ പറയുന്നു. എന്തായാലും ട്രെയിലർ കണ്ടതിന് ശേഷം സീതയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. പിന്നെ എന്ത് തീരുമാനം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയല്ല. പിന്നെ ഹനുമാനായിട്ട് സണ്ണി ഡിയോൾ ഇവരെയൊക്കെ കാണാൻ പറ്റുമെന്നുള്ള അറിഞ്ഞൂടാ. അഗർവാളുണ്ട്. കഴിഞ്ഞ ട്രെയിലറില് സായി പല്ലവിനെ കാണിച്ചില്ലേ? ശരിക്കും കാണിച്ചില്ലേ? കാണിച്ചിട്ടില്ല. അതൊരു സത്യം. അപ്പൊ അത് അതിനേക്കാളും വൃത്തികേടായിരുന്നു ചിലപ്പല്ലേ. രാവിലെ തന്നെ നീ ഇരുന്നങ്ങ് കേറുവാണല്ലോ. അല്ല, ലാസ്റ്റ് കുറച്ച് നമ്മുടെ അതായത് രാവണനെ കാണിച്ചപ്പോ യശിനെ കാണിച്ചപ്പോ കുറച്ചൊരു ഹൈ വീണു. അതിന് രാവണനെ കഴിഞ്ഞാല് കാണിച്ചോ? കുറച്ച് ആ ലാസ്റ്റ് നടന്നു പോകുന്നതും പിന്നെ ഫേസ് ഒന്നും കാണിച്ചിട്ടില്ല. ഇല്ല, ഫേസ് ഒന്നും കാണിച്ചില്ല. ബാക്ക് നടത്തം. പിന്നെ നമ്മുടെ പുഷ്പവിമാനം അത് സൂം ചെയ്താ അവിടെ നിൽക്കുന്നത് കാണാം ഒരാളെ. വിമാനം ഭയങ്കര രസമായിരുന്നു. അതെ, പുഷ്പവിമാനം കറക്റ്റ് കിട്ടുന്ന സാധനം. അതാണ് കൺസെപ്റ്റ് വെച്ചിട്ട്. പക്ഷെ അത് കറങ്ങിക്കൊണ്ടിരുന്നതാണ്. അതെ, അതിന്റെ രീതി ശരിയായിരുന്നില്ല. ഇത് അതിന്റെ വർക്ക്. പക്ഷെ അതൊക്കെ നന്നായി വന്നിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പിന്നീട് ട്രെയിലർ കാണുമ്പോൾ ബാക്കി കറക്റ്റ് ആവുമല്ലോ. അതെ അതെ. മറ്റത് മറ്റേ പുഷ്പവിമാനത്തിന്റെ എതളുകളൊക്കെ മറ്റേ റോസ് സാരിയൊക്കെ വലിച്ചിട്ടിട്ട് സൈഡിൽ കൂടെ LED ബൾബ് കൊടുത്തങ്ങനെ ഉണ്ടാവും. അതായത് അവസ്ഥ. അത് ഇത് മാറ്റം കൊണ്ടുണ്ടെങ്കിൽ ഓക്കെ വരും. പിന്നെ ഇതിന്റെ മ്യൂസിക് AR റഹ്മാൻ, പിന്നെ ഹാൻസ് സിമറൂൺ. പറയേണ്ട പേരുകളാണ്. രണ്ടുപേരും ഒരുമിക്കുമ്പോൾ അത് ഗംഭീര ഫീലായിരിക്കും. ആ ഒരു പ്രതീക്ഷ. പിന്നെ മറ്റൊന്ന് നിതേഷ് തിവാരി. അറിഞ്ഞൂടാ എങ്ങനെ ചെയ്ത് കണ്ടറിയാം. ഒരു കാര്യം ഉറപ്പാണ്, വില്ലൻ കയ്യടി വാങ്ങണല്ലോ. അതെ, വില്ലനെ മേടിക്കൂ. ബാക്കിയൊക്കെ ആകെ മേടിക്കാൻ റെഡി ആയിക്കോ. ബാക്കി ആകെ മേടിക്കാൻ പോണ നായികയും വില്ലനും മാത്രമേ ഉള്ളൂ. നോക്കാം. ഓക്കെ, എന്തായാലും ട്രെയിലർ കാണാം. 4 മിനിറ്റ് ഉണ്ട് കേട്ടോ. ആഘോഷമാക്കി കാണാലോ. അതെ, ഇരുന്ന് കാണാം. എൻട്രിയാണല്ലോ. உன் புதிய அரசு രാവണൻ കഴിഞ്ഞാണല്ലോ. ഭൂലോകം, പാതാളലോകം, உலகத்திற்கும் இனி ஒரே வேந்தனே. பேரண்டத்தில் எப்பொழுதெல்லாம் துன்பம் நிகழ்ந்துள்ளதோ இறைவன் விஷ்ணு அவதாரம் காப்பாற்றியுள்ளார்.
என் தலைப்புதல்வன் ഇതൊക്കെ അല്ലേ ബാക്ക്ഗ്രൗണ്ടൊക്കെ. ആ രാമൻ ഓ രാഘവന്റെ രൂപമൊക്കെ മാറ്റിട്ടോ. അതിൽ എനിക്ക് സന്തോഷം. ഇതൊക്കെ ശോകമാണ് നമുക്ക്. പല സ്ഥലങ്ങളിലും യാരത് முடிவெடுத்து விட்டேன். അമ്മ അല്ലേ ஒரு புதல்வனாக தந்தையின் வாக்கை காப்பாற்றுவது எனது கடமையாகும். உனக்கு 14 வருடம் வனவாசம். വനവാസം. ഓ, വന്നല്ലോ വനമാല. அந்த ഇതിനേക്കാൾ കൊള്ളാം അപ്പുറത്ത് നിൽക്കുന്ന സുന്ദരിമാർ. இனி நம் இருவருக்கும் ஒரே விதியே. அது எதுவாக இருந்தாலும் சரி, நான் ஏற்றுக்கொள்கிறேன். അങ്ങനെ അവർ കാട്ടിലേക്ക്. அரஸ்தானத்தின் இளவரசி വരുമ്പോ சூர்பனகை, ശൂർപ്പണഖ ഡബിൾ அவளுக்கு உங்கள் மீது ஒரு மயக்கம். ശൂർപ്പണഖയെ വെട്ടിവിട്ടേ. அவனது பழி தீர்க்கப்படும் சொப்பனகை. அவன் மரணம் மட்டுமல்ல, அவமானமும் രാവണൻ அற்பமாயிருக்காது. ராவணன் முவ்வுலகத்தின் வேந்தன் என்றால் அந்த முவ்வுலகத்தின் கண் முன்னே அவனை கொன்று வதைப்பேன். என்னுடைய சீதையை மீட்டு வருவேன். അവിടെ കാടൊന്നും അല്ലേ മരങ്ങളും അനുമാനം കാണിച്ചില്ലല്ലോ. മടക്കട്ടൊക്കെ പഴയ രീതിയിലുള്ള. ആ അത് ശരി കാണാൻ കിടക്കുന്നുണ്ടോ. കറുത്തൊക്കെ ഉണ്ട് കേട്ടോ. ഈ സാധനങ്ങളൊക്കെയാണ് ഇത് രാമയുഗത്തിൻ ഉദയം. ഏതാ ബീജം ഏതാ സോങ് ഒരു രക്ഷയില്ല. കയ്യടി ഉറപ്പായിട്ടും വില്ലൻ കൊണ്ടുപോകും. വില്ലനും ഷുവറാ. ഇതിപ്പോ വില്ലന് മാത്രം കൈയടിക്കേണ്ട സാഹചര്യം വരുന്നത്. വില്ലന് വേണ്ടിട്ട് ഇറക്കിയ ട്രെയിലർ പോലെ ഉണ്ട് അല്ലേ, രാവണിന് വേണ്ടിട്ട്. അതായത് വില്ലൻ അതിലില്ലെങ്കിൽ സത്യം ശോകം മൂകായിരിക്കും. പിന്നെ രാമന്റെ ലുക്ക് ചില സമയങ്ങളിലൊക്കെ ചില സമയങ്ങളിൽ എനിക്ക് രാമന്റെ ലുക്കൊക്കെ പോട്ടെ, പക്ഷെ അതിനകത്ത് വരുന്ന ഒന്ന് രണ്ട് രാക്ഷസന്മാരെ കാണിക്കുന്നില്ലേ, ആണ് അത് ഫസ്റ്റ് കാണിച്ചത് അതേപോലെ തന്നെ. അല്ലല്ല ഫസ്റ്റ് കാണിച്ച സാധനം സെയിം സാധനം, VFX പക്കായിട്ട് മനസ്സിലാവും. അതല്ല പറഞ്ഞത്, അതായത് നമ്മൾ ആദ്യം കണ്ട ട്രെയിലറില്ലേ അതില് രാക്ഷസ അതില് ഒരു കാടിന്റെ ഉള്ളിൽ നിന്ന് അതല്ല, ആ രാക്ഷസനാണ് അത് മാറ്റിയിട്ടുള്ളത്. അത് തന്നെയാണോ? അല്ലല്ലോ, അല്ല അത് വേറെ ആക്കി. പക്ഷെ ഭയങ്കര ബോറായിരുന്നു അന്ന്, ഭയങ്കര വിമർശനം ഏറ്റുവാങ്ങിയത് മാറ്റിയിട്ടുള്ളത്. വലിയ ഗുണമൊന്നുമില്ല. അല്ല അതിനേക്കാൾ ബെറ്റർ ആണ് ഇപ്പം. ശരി, അതായത് പറയാൻ നിന്നാ വലിയ ഉപമയൊക്കെ പറയേണ്ടി വരും, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ. അതെനിക്ക് മനസ്സിലായി. അതല്ല മറ്റേതിനേക്കാളും ബെറ്റർ ആണ് ഈ രാക്ഷസൻ, കാരണം അത് വിമർശനം ഏറ്റുവാങ്ങിയോണ്ട് തന്നെ മാറ്റിയതാണ്. അത് ഓക്കെ. മറ്റേത് എന്തായിരുന്നു, മറ്റതും അതിനേക്കാളും അബദ്ധമായിരുന്നു. ഓർമ്മല്ല മരത്തിലുണ്ടായിരുന്ന അതാ പറഞ്ഞ. ഇതിന്റെ കുറെ വർക്കുകൾ ഭയങ്കര മറ്റേ എന്താ പറയാ, ഇവർ കാട്ടിൽ പോയിട്ട് മരങ്ങളെ കാണിക്കുന്ന സീനല്ലേ, മരങ്ങളൊക്കെ മോശമാണ്. അതിന്റെ ഇത് കൊടുത്തിരിക്കുന്നത് മൊത്തം, അതായത് എന്താ പറയാ, നമ്മൾ ഈ ചെറിയ കാർട്ടൂണിലൊക്കെ കാണൂലേ ആ രീതി. ക്രിയേറ്റഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ ചെയ്യുമ്പോ ഇതിനേക്കാളും എത്രയോ ബെറ്റർ ആക്കി ചെയ്യാൻ പറ്റും. പിള്ളേര് ചെയ്യും. അതാ പറഞ്ഞ, അങ്ങനത്തെ കുറെ സാധനങ്ങള് മോശമുണ്ട്. പിന്നെ ഈ സ്റ്റോറി നമുക്ക് അറിയാവുന്നതാണ്, നമുക്ക് എല്ലാവർക്കും കാണാപ്പാടാണ്. അതുകൊണ്ട് അത് ആ ഒരു വൈബിലിരുന്ന് കാണാന്നല്ലാണ്ട്
പിന്നെ ജഡായു ഒക്കെ നന്നായിട്ടുണ്ട്. ജഡ അങ്ങനത്തെ പിന്നെ പുഷ്പവിമാനം ചില സാധനങ്ങള് വളരെ മോശമാണ്, എന്നാൽ ചിലത് നല്ല രസമുണ്ട് കാണാൻ. ഈ പുഷ്പവിമാനം നമ്മൾ ദൂരെ നിന്ന് ഒറ്റ ഷോട്ടായിട്ട് കാണുമ്പോഴാണ് മറ്റേ ഇങ്ങനെ അതായത് അതിന്റെ ഇതളും ഇതൊക്കെ ഒരു അതിനുള്ളൊരു സാധനം ഇല്ലേന്ന് തോന്നാം. പക്ഷെ അതിന്റെ ക്ലോസ് വെക്കുന്നുണ്ട് അതിന്റെ അകത്തുള്ള സീനുകൾ. അത് അടിപൊളിയുണ്ട്. കാരണം തട്ടിക്കൊടുക്കുന്ന സീൻ കണ്ടില്ലേ, സീൻ അതിൽ ഇരിക്കുന്നുണ്ട്, അപ്പൊ രാവണൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ആ സമയങ്ങളിലൊക്കെ അതിന്റെ ഇത് വർക്ക് സൂപ്പറാണ്. എന്താണെങ്കിലും യശ് തൂക്കി ഉറപ്പാ. ശരിക്കും രാമന്റെ കഥകൾ രാവണൻ തന്നെയല്ലേ, ഒരു രക്ഷയില്ലാത്ത സംഭവം. ഇത് എനിക്ക് രാവണപ്രഭുവിന്റെ ഡയലോഗാണ് പറഞ്ഞത്. അതായത് പടത്തില് രാവണൻ യശാണെങ്കിലേ രാമൻ ചുറ്റി പോകും. അതെ അത് തന്നെ സത്യമാണത്. യശിന്റെ ആ ഒരു ഓറ എന്റെ പൊന്നോ ഒരു രക്ഷയില്ല. ഇത് പണ്ടത്തെ അതായത് നായക സങ്കല്പങ്ങളില് അന്നത്തെ നായക സങ്കല്പമാണ് രാമന്റെ ലുക്ക്, ഇന്നത്തെ നായക സങ്കല്പമാണ് ശരിക്കും അതെ അതൊരു സത്യം. ഇപ്പത്തെ ഇത് തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അന്നത്തെ നായക സങ്കല്പവും ഇന്നത്തെ നായക സങ്കല്പവും തമ്മിൽ ഏറ്റുമുട്ടുന്നു ശരിക്കും. കാരണം വില്ലനിസം പോലും നമുക്ക് ഇന്നത്തെ ഹീറോയിസ് ആണല്ലോ. അതെ ആ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ടുണ്ട്. വില്ലൻ കൈയടിക്കുന്ന കാലം അത്. എന്താണെങ്കിലും ഇതില് വില്ലൻ തന്നെ, അല്ലാണ്ട് വേറൊന്നും നോക്കണ്ട. എന്താണ് ഈ ട്രെയിലർ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഗംഭീരമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര കുറെ അവര് ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതെന്തായാലും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. എന്താണെങ്കിൽ കൊള്ളാം, നൈസായിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് സിനിമയിൽ കാണാം. മ്യൂസിക് ഒന്നും ഒരു രക്ഷയില്ല. കാരണം ഈ ഒരു ഇങ്ങനത്തെ ഈ മഹാഭാരതം അല്ലെങ്കിൽ രാമായണം ഇതിനൊക്കെ കൊടുക്കേണ്ട ഒരു സാധനമുണ്ട്, അത് നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. അതൊരു സത്യം. പിന്നെ കുറച്ചെങ്കിലും ഇവര് കുറച്ച് ആഡംബരാക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇത് എന്താന്ന് പറയുക, കുറച്ച് ഇത് കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു വിഷയമല്ല, ഇത് നോർമൽ ആണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ചെയ്ത ഒരു പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗംഭീരവും. കോസ്റ്റ്ലി ആക്കുന്നു. ചില സമയങ്ങളിൽ ഭയങ്കര ഓവറായിട്ട്. പിന്നെ സീത രക്ഷയില്ല. സീത ഭയങ്കര മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എക്സ്പോസ് ആവാള് ഉണ്ടേന്ന്. സീത സൂപ്പർ സൂപ്പറായിട്ട് പ്രേമത്തിൽ ചോദിക്കുന്നു ടീച്ചർ വന്നിട്ട്, നിങ്ങൾ എന്ത് ക്ലാസ് പഠിക്കറേ? അതേ സീത അവിടുന്ന് അതേപോലെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് വാളെടുത്തുണ്ടോ? വാളെടുത്ത് കണ്ട്. അതുകൊണ്ടെന്താ അല്ല, അതിന്റെ കുറച്ച് സംഭവം ഉണ്ടായാൽ മതി. തകർക്കും. സീത ചെയ്തിട്ടും ഉണ്ടാവും. അറിയാൻ മേലാത്തോണ്ടാ, ചോദിച്ചാ മതി. എവിടെ ചോദിക്കണം? ഏത് സിനിമയിൽ ചോദിക്കണം? സിനിമയിൽ ചോദിക്കണം, ഇങ്ങോട്ട് ചോദിച്ചാൽ മതി. നിർത്താം. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ദീപാവലി റിലീസ് ആയിട്ടോ സിനിമ റിലീസിനെത്തുന്നത്. ദീപാവലി അപ്പോ നവംബർ ദീപാവലി നമ്പറിൽ. ഓക്കെ, എത്തും. ബൈ ബൈ ബൈ.